തീർച്ചയായും ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിവേഗം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ലെജൻഡറി പദവിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. 2 സെഞ്ചുറികൾ ഒരു ടെസ്റ്റിൽ നേടുക എന്ന് പറയുമ്പോൾ ആൻഡി ഫ്ലവറിന് ശേഷം ഇങ്ങനെ ആൻഡി ഫ്ലവർ നമുക്കറിയാം സിംബാബ്വേയുടെ ഇതിഹാസ വിക്കറ്റ് കീപ്പറാണ്. സിംബാബ്വേയുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. ലോകത്തിലെ ഒരു കാലത്ത് 2000കളിലെയും 90കളിലെയും ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് സ്വീപ്പുകളൊക്കെ ഒരു കാലത്ത് ഒരുപാട് ചർച്ചയായിരുന്നു. ആൻഡി ഫ്ലവറിനെ പോലുള്ള ഒരു ലെജൻഡറി താരത്തിനൊപ്പം തന്നെ ഇപ്പോൾ ഋഷഭ് പന്തിന്റെ പേരും ലോക ക്രിക്കറ്റിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഋഷഭ് പന്ത് എന്ന് പറയുമ്പോൾ 2 സെഞ്ചുറികൾ ഒരു ടെസ്റ്റിലെ 2 സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർ ആൻഡി ഫ്ലവറിന് ശേഷം. ആൻഡി ഫ്ലവർ 2001 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഹരാരയിൽ, അതായത് സിംബാബ്വെ എന്ന അവരുടെ നാട്ടിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിലാണ് അദ്ദേഹം 2 സെഞ്ചുറികൾ ആ ഒരു ടെസ്റ്റിൽ നേടിയത്. അപ്പോൾ ഒരു ടെസ്റ്റിൽ 2 ഇന്നിംഗ്സ് വന്ന ഒരു ഇന്നിംഗ്സിൽ അദ്ദേഹം 199 നോട്ട് ഔട്ട് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം 2001 കഴിഞ്ഞ് 24 വർഷങ്ങൾക്ക് ശേഷം ഇതേപോലെ സെഞ്ചുറി നേടുന്ന ഒരു ടെസ്റ്റിൽ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന താരമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത്. ഋഷഭ് പന്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് വിക്കറ്റ് കീപ്പർമാർ ഇതിനിടെ കടന്നുപോയിട്ടുണ്ട്. സംഗക്കാരെയും മഹേന്ദ്ര സിംഗ് ധോണിയും ഒക്കെ ഇതിഹാസ വിക്കറ്റ് കീപ്പർമാരായി അല്ലെങ്കിൽ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർമാരായി നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും നേടാൻ കഴിയാത്ത ഒരു നേട്ടമാണ് അതിവേഗ ബാറ്റിംഗിലൂടെ ഒരു ടെസ്റ്റിന് ചേരാത്തതെന്ന് നമ്മൾ കണക്കാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുന്ന, പക്ഷേ ടെസ്റ്റിന് ഏറ്റവും ആപ്റ്റായി എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ബാറ്റിംഗ് ശൈലിയോടെ ഋഷഭ് പന്ത് നേടിയിരിക്കുന്നത്.